ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യഭിചാര പ്രവൃത്തിയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഏതാണ് ഈ ഊള, എന്താണ് ഇവൻ ഈ ഊളത്തരം പറയുന്നത് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, ഇത് ആരുടെ ഒപ്പീനിയൻ ആണെന്ന് ഞാൻ നിങ്ങളെ വ്യക്തമായി കാണിച്ച് മനസ്സിലാക്കി തരാം. അടുത്ത തരത്തിലൊരു സ്റ്റാൻഡേർഡ് കൂടിയ വ്യഭിചാരമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 30-ാം വാക്യത്തിലാണ് പറയുന്നത്. 31-ാം വാക്യത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായി അല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു. ഒരാൾ ഉപേക്ഷിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കുകയാണ്, ഭാര്യ പറയുന്നത് ഞാൻ നിന്നെ വിട്ടു, നീ ആരെങ്കിലും കിട്ടി ജീവിച്ചു. ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ഇനി നിങ്ങളോട് താമസിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിനോട് ഈ ഭാര്യ എന്താ പറയുന്നത്? നീ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോ, എന്നെ വിട്ടേക്ക്, ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി. ഇയാൾ പറയുന്നത് ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി. ഡൈവോഴ്സിനകത്ത് നമ്മൾ ഞാൻ നിന്നോട് വേർപിരി എന്ന് പറയുമ്പോൾ അതിന് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി, നീ പോയി വിചാരം ചെയ്ത് ജീവിക്കും. പുള്ളിയുടെ വിഷമം നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ ഭാര്യയ്ക്ക് ആ ഒരു ബന്ധത്തിൽ താല്പര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഭർത്താവിന് ആ ഒരു ബന്ധത്തിൽ താല്പര്യം ഇല്ലെങ്കിൽ അവർ പറയുന്നത് നമുക്കിനി ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല, നീ പോയിട്ട് മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു. ഒരു പാവമായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, ഇനിയും പാർട്ണർ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ആണായിരിക്കാം പെണ്ണായിരിക്കാം, ഇതിൽ ആരാണെങ്കിലും എത്ര അബ്യൂസീവ് ആണെങ്കിലും, എത്ര മാനിപ്പുലേറ്റീവ് ആണെങ്കിലും, എത്ര എക്സ്ട്രീംലി ടോക്സിക് ആണെങ്കിൽ പോലും, നിങ്ങൾ ഈ ഒരു മാരേജ് റിലേഷൻഷിപ്പ് കൊണ്ട് നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറയുന്ന തൊട്ട് ഡിവോഴ്സ് ചെയ്യാൻ അനുവാദം ഇല്ല.